Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കാൻ ശ്രമം നടത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി ചുങ്കത്ര മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷിക പ്രദർശന വിപണനമേള നിറപൊലി 25 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനനിയമ ഭേദഗതിയിൽ ജലസ്രോതസ്സുകൾ മുഴുവൻ വനം വകുപ്പിന് നൽകുന്ന നിയമമുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തടയാൻ കൃഷിവകുപ്പിന് പരിമിതികളുണ്ട്. എന്നാൽ ഈ സർക്കാർ ആദ്യം 2 കോടി അനുവദിച്ചു. തുടർന്ന് RKVY പ്രൊജക്ടിൽ 25 കോടി രൂപ കൂടി അനുവദിച്ചു. വന്യമൃഗശല്യം പരിഹരിക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്തിന്റെ സമഗ്ര കാർഷിക വികസനത്തിന് ലോകബാങ്കിന്റെ സഹായത്തോടെ 2375 കോടിയുടെ വിവിധ പദ്ധതികൾക്ക് അനുമതിയായിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് മികച്ച കാർഷിക പദ്ധതിയായി അത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തെ മാറ്റിമറിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ AI എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കണ്ടുപിടുത്തമാണ്. നിർമ്മിത ബുദ്ധി, അതാണല്ലോ ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത്. നിർമ്മിത ബുദ്ധി കണ്ടുപിടിച്ചത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച നിർമ്മിത ബുദ്ധി മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞെട്ടുകയാണ്. മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്, മനുഷ്യൻ ഞെട്ടിപ്പോവാണ്. ഇതെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തമാണ്. വിമാനം കണ്ടുപിടിച്ചതായാലും കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതായാലും ഈ മൈക്ക് കണ്ടുപിടിച്ചതായാലും ഒക്കെ നമ്മുടെ മുമ്പിൽ അത്ഭുതം ഉണ്ടാക്കിയ കാര്യമാണ്. ആ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉള്ളപ്പോഴും ലോകത്തെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും പ്രമുഖമായ കണ്ടുപിടുത്തം മനുഷ്യൻ കൃഷിയിലേക്ക് എത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് വിശപ്പിന്റെ ഒരു പരിഹാരത്തിലേക്ക് നമ്മളെല്ലാം എത്തുന്നത്. അവിടെ ഈ കൃഷിയിലേക്കൊക്കെ എത്തി കൃഷി ഏറ്റവും മെച്ചപ്പെട്ട ഒന്നായി തന്നെ കണക്കാക്കി മനുഷ്യൻ അവന്റെ വിശപ്പ് മാറുന്നതിലേക്ക് എത്തി. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത്ര ഭക്ഷണം കൃഷി ചെയ്തുണ്ടാക്കുക എന്നതായിരുന്നു മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്വം. അതിന് കുറെ ഘടകങ്ങൾ ആവശ്യമായിരുന്നു. ഒന്ന്, അതിന്റെ ഈ വെളിച്ചം ഒരു പ്രധാന ഘടകമാകുന്നു, വെള്ളം അല്ലെങ്കിൽ മഴ ഒരു ഘടകമാകുന്നു, ചൂട് ഒരു ഘടകം. അപ്പൊ ഈ പ്രധാനമായിട്ട് ചൂട്, സൂര്യപ്രകാശം, മഴ എന്നിവയെ ആശ്രയിച്ചാണ് ഈ കൃഷി നിന്നതെല്ലാം. നമ്മൾ അതിനെ ഒറ്റ വാക്ക് ചിലപ്പോൾ കാലാവസ്ഥയെ ആശ്രയിക്കണം. കാലാവസ്ഥയെ ആശ്രയിച്ച് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ലോകത്ത് മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉൽപാദകർ വില നിശ്ചയിക്കുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് കച്ചവടക്കാർ വില നിർണ്ണയിക്കുന്നത്. കർഷകർ തന്നെ വിപണനവും നടത്തുമ്പോഴേ ഈ പ്രതിസന്ധി പരിഹരിക്കാനാകൂ. ഇതിനാണ് സംസ്ഥാനത്തെ ഓരോ കൃഷിഭവനുകളും ഓരോ ഉൽപ്പന്നം വിപണിയിലിറക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കിയത്. 1000 ഉൽപ്പന്നങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 4000 മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാനായി. സർക്കാരിന്റെ കേരള ഗ്രോ ബ്രാൻഡിൽ മാത്രം 1000-ഓളം ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. PV അൻവർ MLA അധ്യക്ഷത വഹിച്ചു. കാർഷിക പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് മികച്ച കർഷകരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, സ്ഥിരം സമിതി അധ്യക്ഷരായ സെറീന ഹസീബ്, NA കരീം, ആലിപ്പറ്റ ജമീല, നസീബ അസീസ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP റീന, എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ, ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് ബെന്നി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ചുങ്കത്രയിൽ നിന്നും മുട്ടിക്കടവിലേക്ക് നടന്ന ഘോഷയാത്ര വർണ്ണാഭമായിരുന്നു. വാദ്യമേളങ്ങളോടെ നടന്ന ഘോഷയാത്രയിൽ ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും സാന്നിധ്യം കൌതുകമായി. ഈസ്റ്റ് ലൈവ്, എടക്കര.